പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവാസന്നിധിയിൽ നമുക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം കർത്താവ് തന്ന വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്തുതിക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ 16ാമത്തെ സെഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. 16ാമത്തെ സബ്ജക്റ്റാണ് ഇന്ന് തുടങ്ങുന്നത്. അത് നമ്മളുടെ ഭാവികാല സംഭവങ്ങളില്, അന്ത്യകാല സംഭവങ്ങളില് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഇതില് നമ്മളായിരിക്കുന്ന ഭൂമിയുടെ ആരംഭ അവസ്ഥയാണ് നമ്മളുടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേര് ആദിമ ഭൗമ പർദീസ എന്നാണ്. ഇതിന് ആദിമ ഭൗമ പർദീസ നമ്മൾ പറഞ്ഞത് അതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭൂമി, ആ ഭൂമിയിലാണ് മാലാഖമാർ പാർത്തിരുന്നത്. രണ്ടാമത്തെ ഭൂമി അഥവാ ആ ഭൂമിയെ ദൈവം ശിക്ഷിച്ചതാണ് ആ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്, പാഴും ശൂന്യവുമായ ഭൂമി. ആ ഭൂമി എത്ര കാലം അങ്ങനെ കിടന്നു എന്ന് നമുക്ക് അറിയില്ല. ആ ഭൂമിയെ പിന്നീട് മനുഷ്യന് വാസയോഗ്യമാക്കി തീർത്തു. അതാണ് ആദാമ്യ ഭൗമ പർദീസ എന്ന് കൊടുത്തിട്ടുള്ളത്. ആദാമിന് കൊടുത്ത ഭൂമി, സന്ധ്യയായ ഉഷസായ 1-ാം ദിവസം, സന്ധ്യയായ ഉഷസായ 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, അങ്ങനെ പറയുന്ന ആ സൃഷ്ടിപ്പിന്റെ പുനരാവിഷ്കരണം, അത് ആണ് നമുക്ക് അവിടെ റോസ് കളറിൽ കാണുന്ന ആ ചിത്രം ആദാമിന് നൽകിയ ഭൂമിയാണ്. അടുത്ത ചിത്രം നീല കളറിൽ നമ്മൾ കാണുന്നത് ആദാമിന് കൊടുത്ത ഭൂമി ദുഷ്ടനായ പിശാച് കൈവശപ്പെടുത്തിയതാണ്. പാപത്തിനും ശാപത്തിനും അധീനമായ ഭൂമി. അത് ദുഷ്ടന്റെ അധികാരത്തിന് കീഴിലാണ്. ആ ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. ഇപ്പോഴത്തെ ഭൂമി, ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഭൂമി പാപത്തിനും ശാപത്തിനും അധീനമായ ഭൂമിയാണ്. ആ ഭൂമിയിൽ നടന്ന സംഭവങ്ങളാണ് പിന്നീട് അവിടെ കാണിച്ചിരിക്കുന്ന ഓരോന്നും. ഒടുവിൽ നിങ്ങൾ വീണ്ടും ഒരു ചുവപ്പിൽ അതില് ഒരു സിംഹാസനവും ഒലിവുമല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ കസേരയാണ്. അത് നോക്കിയാൽ മതി. ആ 4ാമത്തെ ചെയറിന്റെ അടുത്ത് ഒരു റെഡ് മാർക്കിൽ ഒരു ഭൂമിയുടെ പടം കൊടുത്തിട്ടുണ്ട്, വൃത്തം. അതിന് കൊടുത്തിരിക്കുന്ന പേര് സഹസ്രാബ്ദ വാഴ്ച എന്നാണ്. അപ്പൊ 1ാമത്തേത് ആദിമ ഭൗമ പർദീസ, 2ാമത്തേത് പാഴ്ശൂന്യമായി തീർന്ന ഭൂമി, 3ാമത്തേത് വീണ്ടെടുക്കപ്പെട്ട ഭൂമി, 4ാമത്തേത് പാപത്തിനും ശാപത്തിനും അധീനമായ ഭൂമി, 5ാമത്തേത് സഹസ്രാബ്ദ വാഴ്ച. ഈ സഹസ്രാബ്ദ വാഴ്ചയോട് കൂടി ഭൂമിക്ക് മാറ്റം വരികയാണ്. അതാണ് നിങ്ങൾ അതിനകത്ത് ഒരു തീജ്വാല പോലെ മഞ്ഞയും ചുവപ്പും ചേർന്നിട്ട് അതിന്റെ മുകളിൽ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതില് എഴുതിയിരിക്കുന്നത് അഗ്നിപരിശോധന എന്നാണ്, അഥവാ അഗ്നിശോധന. ദൈവം ഭൂമിയെ അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കുന്നു, കത്തിക്കുന്നു, ഭൂമിയെ ശോധന ചെയ്യുന്നു, ഭൂമിയെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് നമ്മൾ അതിൽ കാണുന്നത്. അത് ഭൂമിയുടെ 6ാമത്തെ അവസ്ഥാവിശേഷമാണ്. ദൈവം ഭൂമിയെ പന്തം പോലെ കത്തിക്കുന്നു. ദൈവം ഭൂമിയെ പന്തം പോലെ കത്തിക്കുന്നു.
സഹസ്രാബ്ദ വാഴ്ചയിൽ, സഹസ്രാബ്ദ അവസാനത്തിൽ നമ്മൾ ദുഷ്ടന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ദുഷ്ടന്മാരിൽ യുദ്ധത്തിനായി വന്നുകൂടുന്ന ആ രാജ്യക്കാരെ വിളിച്ചത് മാഗോഗ് എന്നാണ്. ആ സൈന്യ വ്യൂഹത്തെ മുഴുവനും നശിപ്പിക്കുന്നത് ആകാശത്തു നിന്ന് ഇറങ്ങുന്ന തീ കൊണ്ടാണ്. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിച്ചു കളയും എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വെളിപ്പാട് 20-ലെ സംഭവങ്ങളുടെ ക്രമത്തിൽ അഗ്നി ഇറങ്ങുന്നതിനെ കുറിച്ച് ഇത്രയും കാര്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണാം: തീയും ഗന്ധകവും വർഷിപ്പിക്കും എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. ഈ ഭൂമിയുടെ മേൽ തീയും ഗന്ധകവും വർഷിപ്പിക്കും. ഈ പ്രവചന ഭാഗത്തിന്റെ പരിപൂർണമായ നിറവേറലാണ് നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനം കാണുന്നത്. വെളിപ്പാട് 20-ന്റെ 9 കാണുന്ന ഇതനുസരിച്ച് അവിടെ കൂടുന്ന സൈന്യത്തെ നശിപ്പിക്കുവാനായിട്ട് മാത്രം ഇറങ്ങുന്ന തീയെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും വേദശാസ്ത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് ആ തീ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കത്തുന്നു എന്നാണ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7, 10, 11 ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ഇരിക്കുന്നു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്ന് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന, തീ ജ്വലിക്കുന്ന ആ കാലത്ത് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. നിങ്ങൾ ചിത്രം കണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒരു വെള്ള കസേര ഇട്ടിട്ടുണ്ട്. അതാണ് വെള്ള സിംഹാസനം. അപ്പൊ ഇപ്പോഴത്തെ ആകാശവും ഇപ്പോൾ നിലവിലുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ എന്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു? തീക്ക് വേണ്ടി അത് സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ന് അത് കത്തിജ്വലിക്കുന്ന ആ കാലത്ത് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. നമുക്കറിയാം 6 ലെയറുകൾ ഉണ്ട് ആകാശത്ത്. കേവലം നമ്മുടെ മാംസ ചക്ഷസുകൾ കൊണ്ട് കാണുന്ന നീലാകാശം മാത്രമല്ല, അതിൻ്റെ താഴെ ധാരാളം പാളികളുണ്ട്. അതിന് ഒരു ലെയർ അങ്ങ് മാറ്റപ്പെടും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, ഇവിടെ നിന്ന് സകല വിശുദ്ധന്മാരെയും മാറ്റും, ദുഷ്ടന്മാർ തീക്കിരയാകും,
പിന്നെ അവശേഷിക്കുന്നത് ഭൂമിയിലുള്ളവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളും മൃഗങ്ങളും മനുഷ്യന്റെ സുഖ സൗകര്യങ്ങൾക്കായിട്ട് അവൻ ഉപയോഗിച്ചിരുന്ന വലിയ വലിയ രമ്യകർമ്മ്യങ്ങളും പള്ളികളും മോസ്കുകളും അമ്പലങ്ങളും എന്ന് വേണ്ട, ഇതെല്ലാം കത്തി അമരും, ഇതെല്ലാം വെന്തെരിയും. അതിന് എത്ര നാളെടുക്കുമെന്ന് അറിയില്ല. നോഹയുടെ കാലത്ത് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവുകളും തുറന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഭൂമിയിൽ അഗ്നിപ്രളയം എത്ര ദിവസം കൊണ്ടാണ് പൂർണ്ണമാക്കപ്പെടുന്നത് എന്ന് വേദപുസ്തകം യാതൊരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല. ഈ സംഭവത്തിന്റെ ഒരു ചെറിയ നിഴലാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നത്. സംഭവം നമ്മൾക്കറിയാം. യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു എന്നാണ് ആ വാക്യം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവകോപത്തിന്റെ അഗ്നി ഭൂമിയിലേക്ക് കത്തിച്ചെറിഞ്ഞു. അബ്രഹാം നോക്കി, ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. സൊദോം തന്റെ സഹോദരപുത്രനായി ലോത്ത് പാർക്കുന്ന സ്ഥലം കത്തി അമരുന്നത് അബ്രഹാം കണ്ടു. ആ സ്ഥലമാണ് ഇന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 300 അടിയോളം താഴ്ചയിലേക്ക് കത്തി ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് വിഭജിച്ച മൂലപദാർത്ഥങ്ങൾ, മിനറൽസ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയുടെ പ്രതീകമായി ഇന്ന് 5 വൻകരയിൽ നിന്നുള്ള ആളുകൾ വന്ന് അത് കണ്ടും കേട്ടും അനുഭവിച്ചും മടങ്ങുകയാണ്. സഹസ്രാബ്ദാവസാനത്തിലെ തീയും ആകാശത്തിൽ നിറങ്ങിയിട്ട് ആകാശത്തെയും ഭൂമിയെയും നശിപ്പിക്കും. ആകാശത്തിൽ ഇറങ്ങുന്ന തീയാണെങ്കിൽ ഈ ആകാശമണ്ഡലത്തിന് മുകളിൽ നിന്നും ഇറങ്ങുന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. അത് ഒന്നാമത് ആകാശത്തെയും തുടർന്ന് ഭൂമിയെയും കത്തിക്കും. അങ്ങനെ കത്തിക്കാളി ഭൂമി ചുറ്റുമുള്ള ആകാശമണ്ഡലങ്ങളെ കൂടെ ഒരു വലിയ അഗ്നിഗോളമായി ഭവിക്കും. നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചു, തൃപ്പൂണിത്തറയിൽ ഒരു സ്ഫോടനമുണ്ടായി. 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തകർന്നു. അനേകർക്ക് പരിക്കുകൾ പറ്റി. സ്ഫോടനാത്മകമായ ആ വസ്തു പൊട്ടിത്തെറിച്ചിട്ട് ഭൂമി പ്രകമ്പനം കൊണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവന്റെ ശബ്ദം മുഴക്കിയാൽ ആകാശം കിടുകിടെ കിടങ്ങും, ഭൂമി കിറുകിറെ കീറും, മൂലപദാർത്ഥങ്ങൾ ചാഞ്ചാടും, അവയെല്ലാം കത്തിയഴിയും. ഇന്ന് ഭൂമിയിൽ മനുഷ്യർ ഒരുക്കി വെച്ചിരിക്കുന്ന വെടിമരുന്നുകളും അണുവായുധങ്ങളും മറ്റും അന്ന് പൊട്ടിത്തെറിച്ച് തീ കത്തി കാളും. ഇറാന്റെ കയ്യിലും ചൈനയുടെ കയ്യിലും അമേരിക്കയുടെ റഷ്യയുടെയും ഇസ്രായേലിന്റെയും കയ്യിലല്ല, ഇന്ത്യയുടെ കയ്യിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള അണുശക്തി തനിയെ പൊട്ടിയാൽ പിന്നെ ഈ ഭൂമിയുടെ കാര്യം ഒന്നും പറയാനില്ല. ഭൂമി കത്തിച്ചാമ്പലാകും, കത്തിക്കാളും. പക്ഷേ സഹസ്രാബ്ദാരംഭത്തിൽ തന്നെ ധാരാളം വ്യത്യാസങ്ങൾ ഭൂമിക്ക് വരുമെങ്കിലും അതിന്റെ അവസാനത്തിങ്കിൽ ഭൂമിക്ക് സംഭവിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ്. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും
കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും എന്ന് യെശയ്യാവ് 2:4 നമ്മൾ വായിച്ചതാണ് ഇതിനു മുമ്പ്. സഹസ്രാബ്ദത്തിൽ യുദ്ധോപകരണങ്ങൾക്കും അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളെല്ലാം കൃഷിയായുധങ്ങളാക്കി മാറ്റപ്പെടും. വൈരമില്ല, ശത്രുവില്ല, ശത്രുവിനെതിരെ ആയുധം ഉപയോഗിക്കേണ്ടതില്ല. സകല മാരകായുധങ്ങളും നിഷ്പ്രഭമാകും. കാരണം അന്ന് മനുഷ്യൻ പരസ്പരം സ്നേഹത്തോടെയും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സ്നേഹത്തോടെയും കഴിയുന്ന കാലമാണ്. ഇന്നത്തെ ആയുധങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്താൽ ഭൂമി മുഴുവൻ ഒരുമിച്ച് കത്തി നശിക്കത്തക്കവണ്ണമുള്ള അഗ്നിഗോളങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. ഒരു ചെറിയ അണുബോംബ് ഹിരോഷിമയെയും നാഗസാക്കിയെയും പുകത്തൂണാക്കി മാറ്റിയെങ്കിൽ, ദൈവജനം കേൾക്കും ദൈവമക്കളെ, ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിട്ടുള്ള ബോംബുകൾ അതങ്ങോട്ട് പട്ടക്കം പൊട്ടും പോലെ അങ്ങോട്ട് പൊട്ടിയാൽ ഭൂമിയുടെ കാര്യം പിന്നെ പറയാനില്ല. ശാസ്ത്രജ്ഞന്മാർ 4 കോബോൾട്ട് എന്ന് പറയുന്ന ഒരു ബോംബ് പൊട്ടിച്ചാൽ ഭൂമി മുഴുവൻ നശിപ്പിക്കാമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 4 കോബോൾട്ട്. ഇതിന് തീ അങ്ങോട്ട് വെച്ചാൽ ഭൂമി കത്തിക്കാൻ നിഷ്പ്രയാസം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെയാണ്. മനുഷ്യന്റെ ഈ കഴിവുകൾ ദൈവം ഉപയോഗിക്കണമെന്നില്ല. അല്ലാതെ തന്നെ ഭൂമിയെ നശിപ്പിക്കുവാനുള്ള കഴിവുകളും പ്രാപ്തിയും സന്നാഹങ്ങളും സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഭൂമിക്കുള്ളിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകുന്നത് പോലെ ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകും. ഭൂമിയുടെ അധോഭാഗം, ഉൾഭാഗം അഗ്നികുണ്ഡമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 28:5 നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 28:5 ഭൂമിയിൽ നിന്ന് അഥവാ ഭൂപരപ്പിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം, ഏതിന്റെ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ആയിരക്കണക്കിന് ഫാരൻഹീറ്റ് ചൂട് ഭൂമിയുടെ അധോഭാഗത്ത് അനുഭവിക്കുന്നു എന്നാണ്. ഇന്ന് ലോകത്തിൽ പല ഭാഗത്തും ചൂടുറവുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആസാമിൽ നാഗാലാൻഡിന് പോകുമ്പോൾ ആസാമിൽ നാഗാലാൻഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് അവിടെ വിശാലമായ ഒരു തടാകമുണ്ട്. ഒരു വലിയ കുളം പോലെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുക. ടൂറിസ്റ്റുകൾക്ക് ചെന്ന് കാണാം. അതിലിങ്ങനെ കുമിളകൾ വരുന്നു, വെള്ളം തിളയ്ക്കുന്നു. വെള്ളം തിളയ്ക്കണം നോക്കി നിന്നാ കാണാം. നല്ല ചൂടാണ് ആ വെള്ളത്തിന്. ഭൂട്ടാന്റെയും അരുണാചൽ പ്രദേശിന്റെയും ബോർഡറിൽ നമുക്കൊരു നദിയുണ്ട്. ആ നദിയുടെ തീരത്ത് നമ്മുടെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത്. ആ സ്ഥലം അറിയപ്പെടുന്നത് ഗരം പാനി എന്നാണ്. ആദം എന്ന് പറയുന്ന ഒരുവനാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഗരം പാനിയിൽ പോയി. ആ വെള്ളം ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കാറ്റും -ഡിഗ്രിയിലാണ്. പക്ഷേ ആ തണുത്തുറഞ്ഞ നദിയിലെ വെള്ളം പോകുന്നതിന്റെ അടുത്തായി ഒരു ടാങ്ക് പട്ടാളക്കാർ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഹോട്ട് സ്പ്രിംഗ് ആണ്, തിളയ്ക്കുന്ന വെള്ളമാണ്. ഈ നദിയിൽ നിന്ന് വെള്ളം അതിലേക്ക് പ്രവേശിച്ച് ഈ ചൂടുവെള്ളം വീണ്ടും പുറത്തേക്ക് ഒഴുകും. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്രയേ ഉള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
ഇതുപോലെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മിസ്റ്ററി ഉണ്ട്. സലാല നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണാം. സലാലയിൽ ഒരു സ്ഥലമുണ്ട്, ഒരു വലിയ മലയുടെ മണ്ടയിൽ. അങ്ങോട്ടേക്ക് കാറൊക്കെ ഒഴുകി കയറും. മുകളിലേക്ക് കടുംതൂക്കായ കുന്നിലേക്ക് വണ്ടി ഉരുണ്ടു പോകും. നമ്മൾ കാല് കൊടുക്കണ്ട, ആക്സിലേറ്റർ കൊടുക്കണ്ട, വണ്ടി അങ്ങ് കയറിപ്പോവും. ബ്രേക്ക് ചവിട്ടി കയറ്റം കയറിയാൽ മതി. എന്നാൽ അവിടെ ചെന്ന് നമ്മൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഇറക്കം ഇറങ്ങണമെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇടണം. വണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോരില്ല. ഇറങ്ങിപ്പോരണമെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇടണം. അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോരുമ്പോ മുമ്പിൽ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ഉൾക്കടലാണ്, ഉൾക്കടല്. അപ്പൊ അതിങ്ങനെ കുത്തനെയുള്ള ഇറക്കമാണ്. പക്ഷെ വണ്ടി ഇറങ്ങിപ്പോണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ചവിട്ടുമ്പോ നമ്മുടെ ഉള്ളൊന്ന് പിടയ്ക്കും. കാരണം കുത്തനെ ഒന്ന് നേരെ ചാടുന്നത് കടലിലേക്കാ. അത് അവിടെ ഒരു താഴെ വണ്ടി കയറി പോക്കോളും അങ്ങോട്ട്. ഞാൻ പറഞ്ഞത്, ലോകത്ത് ഇതുപോലെ നമ്മൾക്ക് അഗ്രാഹ്യമായ ധാരാളം മർമ്മങ്ങൾ മറഞ്ഞു കിടക്കുന്നു പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഭൂമിയിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. ഈ ഭൂമിയെ അവൻ പന്തം പോലെ കത്തിക്കും. നമ്മൾ ഈ ഭൂമിയെ മൊത്തം നശിപ്പിക്കാനുള്ള മാരകായുധങ്ങൾ. എന്തിന്? അമേരിക്കൻ പ്രസിഡന്റായ റെയ്ഗന്റെ കാലത്ത് ബഹിരാകാശ സൈനിക കേന്ദ്രം സ്ഥാപിച്ചു. ഒരു ബട്ടൺ അമർത്തിയാൽ ആകാശത്തിന് കീഴോട്ട് മഴ പെയ്യും പോലെ പെയ്യും. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. മനുഷ്യനാൽ നിർമ്മിതമായ ഉപഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യനാൽ നിർമ്മിതമായ ബഹിരാകാശ നിലയങ്ങൾ, ആയുധങ്ങൾ. ഈ ആയുധങ്ങളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്താൽ ഭൂമി മുഴുവൻ ഒരുമിച്ച് കത്തി നശിക്കത്തക്ക അഗ്നിഗോളം ഉണ്ടാകുവാൻ നിഷ്പ്രയാസം സാധിക്കും. ഇയ്യോബിന്റെ പുസ്തകം 28:5 നമ്മളിങ്ങനെ വായിക്കുന്നു, ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. നമ്മൾ വായിച്ച വാക്യം അതാണ്. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, തിളയ്ക്കുന്നു, ഇളകി മറിയുന്നു. ഇന്ന് ലോകത്തിൽ പല ഭാഗത്തും നമ്മൾ പറഞ്ഞതുപോലെയുള്ള ചൂടുറവുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നോഹയുടെ കാലത്ത് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവകൾ തുറന്നു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11, 12 വാക്യങ്ങളും 7-ന്റെ 11, 12 വാക്യങ്ങളും 8-ന്റെ 2-ാം വാക്യവും നമ്മളെ അത് പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഭൂമി അഗ്നിപ്രളയമായി മാറും. ഭൂമി മുഴുവനും വെള്ളം കൊണ്ടല്ല, അഗ്നിപ്രളയമായി മാറും. എത്ര കാലം ഭൂമി നിന്ന് കത്തുമെന്ന് അറിയില്ല. എത്ര കാലം ഭൂമി അങ്ങനെ പന്തം പോലെ കത്തുമെന്ന് നമുക്കറിയില്ല. ആകാശം ചുട്ടഴിക്കപ്പെടും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയിലെ മനുഷ്യനിർമ്മിത പണികളും കൊട്ടാരങ്ങളും എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും അമ്പരചുംബികളായ രമ്യകർമ്മ്യങ്ങളും എല്ലാം കത്തിത്തീരാൻ നാളുകൾ എടുത്തേക്കാം. ഭൂമിയെ ചുട്ടരിച്ചു കഴിഞ്ഞ് വരുവാനുള്ള അഗ്നിപ്പൊയ്യയിൽ നിന്ന്, അഥവാ ഭൂമിയുടെ അഗ്നിശോധനയിൽ നിന്ന് സകല വിശുദ്ധന്മാരെയും അവൻ മാറ്റിയിട്ടാണല്ലോ ഭൂമിയെ ദഹിപ്പിക്കുന്നത്, കത്തിക്കുന്നത്. ഭൂമിയിൽ എന്തെല്ലാം നാശങ്ങൾ സംഭവിക്കുമെന്ന് ആർക്കും വിവരിക്കാൻ കഴിയാത്തതുപോലെ അവർണ്ണനീയമാണത്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആ ഭൂമിയിൽ പിന്നെ സമുദ്രമില്ല. പന്തം പോലെ കത്തിച്ച ഭൂമിയിൽ, പുതിയ ഭൂമിയിൽ സമുദ്രം ഇല്ല. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് 2 പത്രോസ് 3:10 നമ്മൾ കണ്ടു. എല്ലാ എലിമെന്റ്സ്, മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴിയും. ഇന്ന് ലോകത്ത് 96 മൂലവസ്തുക്കളാണ് ഉള്ളത്. 96 മൂലവസ്തുക്കളുണ്ട്.
അവയെല്ലാം കത്തിത്തീരും. അണുക്കളെ അഥവാ ആറ്റംസ്, ആറ്റങ്ങൾ കൊണ്ടാണ് സകല ചരാചരങ്ങളും അദൃശ്യമായവയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരുന്നു. ഓരോ അണുവും ഓരോ അഖിലാണ്ടമാണെന്നാണ്. അഖിലാണ്ടം എന്ന പോലെ സോളാർ സിസ്റ്റം സൂര്യൻ മധ്യേയും ഗ്രഹങ്ങൾക്ക് ചുറ്റുമായി വലയം ചെയ്യുന്നത് പോലെ ആയിരിക്കും ഓരോ അണുക്കളും. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺസ് എന്നിങ്ങനെ മൂന്നായി ആറ്റത്തെ വിഭജിക്കാം എന്നെല്ലാം ശാസ്ത്രലോകം കണ്ടെത്തി. ഇനി അതിനേക്കാൾ ബഹുദൂരം ശാസ്ത്രം ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ അന്വേഷണ കുതൂഹലയും ശാസ്ത്രലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉളവാക്കിയിരിക്കുന്നത്. ആറ്റം എന്ന വാക്ക് ടെംനോ, TEMNO, ടെംനോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് എടുത്തതാണ്. ടെംനോ എന്നാൽ വിഭജിക്കാൻ പാടില്ലാത്തതെന്നാണ് അർത്ഥം. ഒരു കാലത്ത് ആറ്റം വിഭജിക്കുവാൻ സാധ്യമാകുകയില്ല എന്ന് 1940 വരെ ചിന്തിച്ചിരുന്നു. എന്നാൽ ആറ്റം തന്നെ ഒരു സോളാർ സിസ്റ്റം ആണെന്ന് ശാസ്ത്രലോകം പിന്നീട് കണ്ടെത്തി. ഒരിക്കലും വിഭജിക്കാൻ പാടില്ലാത്തതുപോലെയുള്ള സൂക്ഷ്മമായ കണങ്ങൾ, നാനോ സൂക്ഷ്മമായ കണങ്ങൾ, അതിസൂക്ഷ്മമായ കണങ്ങൾ അതുപോലും വെന്തു തീരും, അതുപോലും വെന്തുതിരിയും. സകല ജീനുക്കളും വെന്തരിയും. കനത്ത ഉരുക്കുപാളങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഗോപുരത്തിൽ വെച്ചായിരുന്നു ആദ്യം അണുബോംബ് പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഉരുക്കു തൂണുകൾ ആവിയായി പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞ് ഭൂമിയിലെ പണികൾ വെന്തുപോയി. അത് ഉരുകിത്തീരാൻ അധികം നേരമൊന്നും വേണ്ട. 97 സങ്കീർത്തനം 5 വാക്യം, യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകും. കണ്ട, പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകും. ആവർത്തനം 32:22 നോക്കൂ. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. മീഖ 1:4, തീയുടെ മുൻപിൽ മെഴുകു പോലെയും കീഴ്ക്കാന്തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യും. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്കും യുഗങ്ങൾക്കും അപ്പുറത്ത് വിളിച്ചു പറഞ്ഞു, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയെ പന്തം പോലെ കത്തിക്കുന്ന സംഭവത്തെ പ്രവാചകൻ യുഗങ്ങൾക്ക് അപ്പുറത്ത് വിളിച്ചു പറഞ്ഞു. അവൻ ഈ ഭൂമിയെ കത്തിക്കും. എങ്ങനെ? തീയുടെ മുൻപിൽ മെഴുകു പോലെയും കീഴ്ക്കാന്തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യും. ഈ വാക്യത്തിൽ പാറകൾ, പർവ്വതങ്ങൾ എല്ലാം ഉരുകിത്തീരുന്നതിനെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 46 സങ്കീർത്തനം 9 വാക്യം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. യുദ്ധം വേണ്ട, ഇനി യുദ്ധമില്ല, എല്ലാം തീർന്നു. ലോകങ്ങളും ലോകവാണികളും
മൂലപദാർത്ഥങ്ങളൊന്നും ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നില്ല. സ്വർണം വേണ്ട, വെള്ളി വേണ്ട, മൂലപദാർത്ഥങ്ങളൊന്നും വേണ്ട. സഹസ്രാബ്ദ അവസാന നാളുകളിൽ ദൈവത്തോട് മത്സരിക്കാൻ ഒരുങ്ങുന്ന സാത്താനും അവന്റെ സൈന്യങ്ങളും എന്നേക്കുമായി നശിക്കുകയും ആ ഭൂമിയെ ശുദ്ധീകരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വെന്തുരുകി തണുത്തുറഞ്ഞ് ഭൂമി ഒരു പുതിയ ഭൂമിയായി തീരും. വെന്തുരുകി തണുത്തുറഞ്ഞ് ഭൂമി ഒരു പുത്തൻ ഗോളമായി തീരും. ആ ഭൂമിയിൽ സമുദ്രമില്ല, കായലില്ല, നദികളില്ല. ചുട്ടഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഞാനൊരു വെള്ള കസേരയുള്ള സ്ഥലം കാണിച്ചു തന്നു. വെള്ള സിംഹാസനം വെച്ച് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവിടെ ഒരുമിച്ച് കൂട്ടി അവിടെ സാക്ഷ്യം കൊടുക്കേണ്ടതും ചെയ്തു കഴിഞ്ഞിട്ട് അവരെ നിത്യ നരകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ചാപ്റ്റർ ലോക ചരിത്രത്തിന്റെ ആദമിൽ തുടങ്ങി വെച്ച ഒരു മഹത്തായ ചാപ്റ്റർ ആ ഭൂമിയെ പന്തം പോലെ കത്തിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ആകാശവും മാറ്റപ്പെടും, ആകാശത്തിന് മാറ്റം സംഭവിക്കും. 2 പത്രോസിന്റെ ലേഖനം 3:7-10-11. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ഇരിക്കുന്നു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ചെയ്യും. ഇങ്ങനെ ആകാശം ചുട്ടഴിവാൻ അവനൊരു ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. മീഖ 1:4 അതിനോടനുബന്ധിച്ചുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24:44 അതിനോടനുബന്ധിച്ചുള്ളതാണ്. 1 തെസ്സലോനിക്കർ 5:2 അതിനോടനുബന്ധമാണ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയിരിക്കുകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. താഴെ, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ ആകാശത്തിനും ഒരു പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. വെളിപ്പാട് 6:14 പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്ന് നാം 6:14 വായിക്കുന്നു. യെശയ്യാവ് 34:4 നമുക്ക് അങ്ങനെ തന്നെ കാണാം. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. മത്തായിയുടെ സുവിശേഷം 24:29 നമുക്ക് അങ്ങനെ തന്നെ കാണാം. മാർക്കോസ് 13 മത്തായി 24:29, മാർക്കോസ് 13:25, ലൂക്കോസ് 21:26. ഇവിടെയെല്ലാം ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എവിടെ ആകാശങ്ങളുടെ ശക്തികൾ എന്ന് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 6:14 നാം കാണുന്നത് ബഹുവചനത്തിലല്ല, ആകാശം എന്നാണ്. കാരണം അത് മഹാപീഡന കാലമാണ്. മഹാപീഡനത്തിൽ ആകാശത്തിന്റെ ഒരു ലെയറാണ് മാറ്റപ്പെടുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ആകാശത്തിന്റെ എല്ലാ ലെയറുകളും മാറ്റപ്പെടുകയാണ്. സഹസ്രാബ്ദത്തിന് മുൻപ് ഒരാകാശം മാറ്റപ്പെട്ടെങ്കിൽ
സഹസ്രാബ്ദത്തിന്റെ ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉടലെടുക്കുന്നു. ഭൂമിക്ക് ചുറ്റും മുകളിൽ ചുറ്റുമായി പല വിധാനങ്ങളുണ്ട്, പല തട്ടുകളുണ്ട്. ആയിരം മൈലുകൾക്കുള്ളിൽ 4 പ്രധാനപ്പെട്ട അടുക്കുകൾ, ലെയറുകൾ ഉള്ളതായി 1960 അവസാനത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നിങ്ങനെ പറയുന്ന 6 ലെയറുകൾ ഏകദേശം 1000 കിലോമീറ്ററിന്റെ ഉള്ളിലായി, മൈലുകൾക്കുള്ളിലായി കണ്ടെത്തപ്പെട്ടു. നമ്മുടെ അന്തരീക്ഷത്തെ കാത്തു സൂക്ഷിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലം പീഡനകാലത്ത് മാറിപ്പോകുമെന്നാണ് വെളിപ്പാട് 6:14 നാം വായിക്കുന്നത്. ഈ ആകാശവും ഭൂമിയും മാറിപ്പോകും എന്നതിനെ കുറിച്ച് വ്യക്തമായ പ്രസ്താവനകൾ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നുണ്ട്. 102-ാം സങ്കീർത്തനം 25-26 വാക്യം. 102-ാം സങ്കീർത്തനം 25-26 വാക്യം. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും ചെയ്യും. എന്നാൽ ഈ തീ ഭൂമിയെ പന്തം പോലെ കത്തിച്ച് ആകാശഭൂമികളെ ശുദ്ധീകരിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയുമായി മാറുന്നു. സിംഹാസനത്തിൽ നിന്ന് വെളിപ്പാട് 4:5. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവന്യായവിധിക്കായി ദൈവിക സിംഹാസന സ്ഥാനം ഈ ലോകത്തുള്ള സംഭവവികാസങ്ങളുടെ ബന്ധത്തിൽ വിശുദ്ധ യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദാനിയേൽ 7-ലും ഇതേ പ്രയോഗം നമുക്ക് കാണാം. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടൊഴുകി എന്ന് 9-10 വാക്യങ്ങളിൽ, ദാനിയേൽ 7:9-10 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആകാശത്തിലെ സകല വസ്തുക്കളും, ഓസോൺ പാളിയും മറ്റ് ലെയറുകളും, ഇങ്ങനെയുള്ള ഓരോ തട്ടുകളും മാറ്റപ്പെട്ടിട്ട് ഇന്ന് കാണുന്ന ഭൂമിക്ക് ആവശ്യമായിരിക്കുന്ന അന്തരീക്ഷത്തിലെ സകല സാഹചര്യങ്ങളും അവസാനിച്ച് ചുട്ടഴിക്കപ്പെട്ടിട്ട് പുതിയ ആകാശം ഉള്ളെടുക്കും. പുതിയ ഭൂമിയുടെ സന്ധാരണത്തിനും കാവലിനുമായി സ്ഥായിയും ശാശ്വതവുമായ ഒരാകാശം സൃഷ്ടിക്കപ്പെടും. അതാണ് പുതിയ ആകാശം. അതൊരു പുതിയ ഭൂമിയാണ്. അവിടെ പാർക്കുന്നത് ആരാണെന്നല്ലേ? അവിടെ പാർക്കുന്നത് ഞാനായിരിക്കും. പുതിയ ആകാശ പുതിയ ഭൂമിയും എനിക്ക് എൻ്റെ കർത്താവ് പ്രോമിസ് ലാൻഡായി തരും, വാഗ്ദത്ത നാടായി. അത് സ്ഥിരമാണ്. അങ്ങനെ നാം കർത്താവിനോട് കൂടെ പ്രൈസ് ദി ലോർഡ് വാഴും. ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ദൈവത്തിന് സ്തോത്രം.